Hello guys, welcome back to my YouTube channel. So, today is 23rd of December 2025. ക്രിസ്മസ് ഇങ്ങെത്തി ഗായ്സ്, ക്രിസ്മസ് ഇങ്ങെത്തി. 23-ാം തീയതി ആയിട്ട് പോലും ഇതുവരെ വീട്ടിൽ ഒന്നും ചെയ്തിട്ടില്ല. ഒരു സ്റ്റാർ നോക്കിയിട്ടില്ല, ലൈറ്റ് ഇട്ടിട്ടില്ല, ഡെക്കോർ ഒന്നും ചെയ്തിട്ടില്ല. സിയ ക്രിസ്മസ് കൂടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ലീവ് എടുത്ത് വന്നത് തന്നെ. സത്യം പറഞ്ഞാൽ സിയ വന്നിട്ട് ഇതുവരെ സിയാടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇപ്പം നമുക്ക് ചെറിയൊരു ഒരാഴ്ച ഇവൻറ്റിൽ ഗ്യാപ്പ് കിട്ടിയപ്പോഴേക്കും ഞാൻ 23, 24 ലീവായിട്ട് എടുത്തിട്ട് ഇവിടെ വന്ന് അവളായിട്ടിരുന്ന് ഫുൾ ഡെക്കോറൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴേക്കും ഷീ ഈസ് നോട്ട് ഹിയർ. അവൾ ബാംഗ്ലൂർ പോയി. എനിവേ ഇന്നെന്തായാലും എനിക്ക് വീട് ഫുള്ള് ഡെക്കോർ ചെയ്യണം. അപ്പം ഞാൻ ഇന്നലെ നൈറ്റ് കുറേ ഇരുന്ന് സെർച്ച് ചെയ്ത് എനിക്ക് നല്ലൊരു തീമിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ വീടിൻ്റെ ഡെക്കറേഷൻ എന്ന് പറയുന്നതും ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ ഇതുവരെ വീട്ടിൽ ചെയ്യാത്ത മോഡലിലാണ് കഴിഞ്ഞ വർഷമൊക്കെ ഫുൾ ഡെക്കോർ ചെയ്തത്. അപ്പോൾ ഈ വർഷം എനിക്ക് അതുപോലെ എന്തെങ്കിലും ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇതായി പോകും. ഞാനല്ല സത്യത്തിൽ ചെയ്തത്, ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അവന്മാരാണ് എല്ലാം എനിക്ക് ചെയ്തു തന്നത്. വീട് ഫുള്ള് ചെയ്തത് അവന്മാർ തന്നെയാണ്. നമ്മൾ ക്ലോത്തൊക്കെ ഇങ്ങനെ ഡ്രേപ്പ് ചെയ്തൊക്കെ ഇട്ട് അത് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്തവണയും ഐ വാണ്ട് ടു ഡു സംതിങ് ക്രിയേറ്റീവ്, സംതിങ് ഡിഫറെൻറ്റ്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി പിൻട്രസ്റ്റൊക്കെ നോക്കി ഒരു തീം സെലക്ട് ചെയ്തു. അപ്പോൾ ആ തീമിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ അത് ചെയ്യാനായിട്ടുള്ള ഒരു സാധനം എൻ്റെ കയ്യിലില്ല. സോ ഞാൻ ബ്രോഡ്വേയിലോട്ടാണ് പോകുന്നത്. ബ്രോഡ്വേ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി അഫോർഡബിൾ റേറ്റിലും കുറച്ച് നല്ല അധികം സാധനങ്ങളും കിട്ടും. ബ്രോഡ്വേ പോയി സാധനങ്ങൾ മേടിച്ച് എത്ര പെട്ടെന്ന് തിരിച്ചു വരാം. ബിക്കോസ് എനിക്ക് അവിടുത്തെ റഷ്, ഐ ക്യാൻ ഇമാജിൻ ദാറ്റ്. ഇന്ന് 23-ാം തീയതിയാണ്, നല്ല തിരക്കുണ്ടാകും. അപ്പോൾ വൈകുന്നേരത്തിന് മുമ്പേ പോയിട്ട് വരാമെന്ന ഇതിലാണ്. ആൻഡ് മൈത്ര ബസാറിൻ്റെ ഉള്ളിൽ കയറാൻ എനിക്ക് ഒട്ടും പ്ലാനിങ് ഇല്ല. പുറത്ത് കുറച്ച് ഷോപ്പ് എനിക്കറിയാം, അവിടെ പോയി മേടിക്കാം. മൈത്ര ബസാറിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അറിയാമല്ലോ, ഒടുക്കത്തെ റഷായിരിക്കും. സോ ഇന്ന് എന്തായാലും എനിക്ക് വീട് ഫുൾ ഡെക്കോർ ചെയ്യണം. അപ്പോൾ ലാഡർ ഒരെണ്ണം റെൻ്റ് എടുക്കാൻ അപ്പനോട് പറഞ്ഞിട്ടുണ്ട്. സോ ഗൈസ്, ബ്രോഡ്വേയിൽ ചെന്നിട്ട് കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ ബ്രോഡ്വേയിൽ എത്തി ഗൈസ്. പക്ഷെ ഞാൻ വിചാരിച്ച അത്ര തിരക്ക് ബ്രോഡ്വേയിൽ കാണുന്നില്ല. മേ ബി മൈത്ര ബസാറിൻ്റെ അകത്തുണ്ടായിരിക്കാം. എന്നെ കണ്ടിട്ട് ഞെട്ടേണ്ട ഗൈസ്. പൊടിയും പിന്നെ വെയിലും രണ്ടും കാരണം ഇതാണ് ഇന്നത്തെ എൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. കമോൺ ഗൈസ്, നമുക്കിനി ബ്രോഡ്വേ എക്സ്പ്ലോർ ചെയ്യാം. ഞാൻ എൻ്റെ സാധനങ്ങൾ ഓരോന്നോരോന്നായി മേടിച്ചു തുടങ്ങി. മൈത്ര ബസാറിൻ്റെ ഉള്ളിൽ കയറണ്ടെന്ന് വിചാരിച്ചാലും ചാത്തന്മാർ അതിനെ സമ്മതിച്ചില്ല ഗൈസ്. അവസാനം മൈത്ര ബസാറിൻ്റെ ഉള്ളിലോട്ട് കയറി. അനാവശ്യമായിട്ട് ഒരു കടയിലും കയറി സമയം കളഞ്ഞിട്ടില്ല. എന്താ പറയുക, റേറ്റ് ചോദിക്കാൻ പോലും ഒരു കടയിൽ നമ്മൾ കയറിയിട്ടില്ല. നമുക്ക് നമ്മുടെ സാധനം വേണ്ട ഷോപ്പിൽ മാത്രം കയറി സാധനങ്ങൾ മേടിക്കുക, അത് മാത്രമായിരുന്നു ലക്ഷ്യം. കാരണം തിരക്ക് കൂടുന്നതിന് മുമ്പേ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങണമായിരുന്നു. ഞാൻ ഈ ബോ എടുത്തു. ഒരുപാട് പുതിയ വെറൈറ്റി സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ബ്രോഡ്വേയിലെ പർച്ചേസൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും അപ്പനും ഒരു പയ്യനും കൂടി ചേർന്നിട്ട് വീട്ടിൽ ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 2-3 കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ചെയ്യാനായിട്ട്. ഈ റൂഫിൽ കാണുന്നതൊക്കെ ഒന്ന് റീത്തൊക്കെ തൂക്കാനുണ്ട്. നമുക്കിനി നമ്മുടെ പരിപാടി തുടങ്ങാം. ഇതാണ് എൻ്റെ റെഫറൻസ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഏത് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് ഫുൾ അൺപാക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഞാൻ മേടിച്ചത്. ബോ തന്നെയാണ് മൊത്തം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി കഴിഞ്ഞ വർഷത്തെ എന്തെങ്കിലുമൊക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഡെക്കറൊന്നും ഇല്ലാത്ത ഒരു റീത്ത് 6 മേടിച്ചിട്ടുണ്ട്. നമുക്കിനി ബോ ഉണ്ടാക്കാം. രണ്ട് മൂന്ന് റെഫറൻസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വോളിൽ ഫുള്ള് നമ്മൾ മിർച്ചി തൂക്കിയിട്ട് അതിൻ്റെ നടുക്ക് ബോ വരും. ഞാൻ ഈ ഭിത്തിയിലൊക്കെ ബോയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ആ ഡോറിന് ചുറ്റും ചെറിയൊരു ഗാർലൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഈ റൂഫിലൊക്കെ റീത്ത് തൂക്കിയിട്ട് ക്ലോത്ത് ഡ്രൈപ്പ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. സോ ഗൈസ്, ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ കുറേ ബോസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇങ്ങനെ ഈ ഓരോ
ലൈറ്റിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും. സോ അതാണ് ഞാൻ പ്ലാൻ ചെയ്യണത്. അങ്ങനെ ഈ ഒരു ഭിത്തി ഫുള്ളുണ്ട്. എനിക്കത് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. സോ ഐ ക്യാൻ ഡു ദാറ്റ്. നമ്മൾ ലൈറ്റ് എല്ലാം കണക്ട് ചെയ്ത് സ്വിച്ച് ഓൺ ആക്കിയപ്പോഴേക്കും വീട്ടിൽ ഫുൾ കറണ്ട് അടിച്ചു പോയി ഗൈസ്. ലൈറ്റ് എല്ലാം പോയി, കറണ്ട് വന്നു ഗൈസ്. അപ്പം നമ്മൾ ചെയ്ത് വെച്ച അത്രയും ബോയിൽ നമ്മളിനി ടേപ്പ് ഒട്ടിക്കുവാണ്. ഡബിൾ സൈഡ് ടേപ്പാണ് ഒട്ടിക്കുന്നത്. കറണ്ട് പോകുന്നു, കറണ്ട് വരുന്നു, കറണ്ട് പോകുന്നു, കറണ്ട് വരുന്നു. ദാറ്റ് ഈസ് ദ അവസ്ഥ ഓഫ് നൗ. ശരിയാവും. എവിടെയും എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ട്. ബിക്കോസ് ഈ ലൈറ്റ്സ് ഇത്രയും വന്നപ്പോഴുള്ള പ്രശ്നങ്ങളാണെന്ന് തോന്നണം. ലാസ്റ്റ് ഇയർ നമ്മൾ അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പുതുക കണ്ട, കറണ്ട് പോയി. കുറച്ച് നേരമായിട്ട് ഇതാണ് ഇവിടെ നടക്കണത്. ഓണാക്കിയോ? യെസ്. ഞാനിപ്പോൾ ഇത്രയും ബോസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ പശ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് ഇനി ടേപ്പ് ഒട്ടിക്കാനുണ്ട്. ഒരു 100 കൂടുതൽ എന്തായാലും, 100 അതിലും കൂടുതൽ ഞാൻ എന്തായാലും ഇപ്പോൾ ഇരുന്ന് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്കിനി ഇത്രയും റിബൺസ് കൂടി ഉണ്ട്. അത് നമുക്കിനി നാളെ ചെയ്യാം. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ്. ആൻഡ് ഐ എം സോ ടയേർഡ്. സോ ഗൈസ്, നമുക്ക് നാളെ പാക്കലാം. നമ്മൾ ഇന്നലെ രാത്രിയിലെ വ്യൂ ആണ് കണ്ടത്. നമുക്കിനി നേരം വെളുക്കുമ്പോഴുള്ള വ്യൂ കാണാം. ഇതാണ് ലൈറ്റ്. ഈ വോള് ഫുള്ള് നമ്മൾ ഇന്നലെ ചെയ്തു വെച്ചിരുന്ന റിബൺ ബോ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിങ്ങനെ ഓരോ മാർക്കിംഗ് നോക്കി അതനുസരിച്ചിട്ട് 3 കളറാണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്, റെഡ്, വൈറ്റ്, ഗ്രീൻ. അപ്പോൾ അതനുസരിച്ച് ഫുൾ ബോ ഒട്ടിക്കുവാണ്. ഇതാണ് ഗൈസ് ഫൈനൽ ലുക്ക് എന്ന് പറയണത്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. സോ ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമായോ ഇത്? നമ്മളത് കഴിഞ്ഞിട്ട് ഇന്നലെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന മിർച്ചിയിൽ ബോ ഒട്ടിക്കാൻ തുടങ്ങി. ലൈറ്റിലാണ് നമ്മൾ ഓരോ ബോ ഒട്ടിച്ചു കൊടുക്കുന്നത്. സോ അത് തെളിയുമ്പോഴേക്കും അതിലൊരു എന്താ പറയുക, നല്ലൊരു ഭംഗിയായിരിക്കുമല്ലോ. സാധാരണ ക്രിസ്മസ് ആകുമ്പോൾ കർട്ടനൊക്കെ ഫുള്ള് മാറ്റും, റെഡും വൈറ്റും തീമാക്കും. പിന്നെ നമ്മുടെ സോഫയുടെ കുഷ്യൻ കവറൊക്കെ മാറ്റും. അതൊക്കെ നമ്മൾ ഓൺലൈൻ മേടിച്ചതുണ്ട്. ഇതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് സിയ ഈ കർട്ടൻ ഇടുന്നത്. സിയ ടേബിൾ സെൻറ്റർ പീസ് സെറ്റ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ക്യാൻഡിലൊക്കെ തെളിയും. രാത്രി നൈസായിരിക്കണം. കുഷ്യൻ്റെ കവേഴ്സ് മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ നമ്മളൊരു പുൽക്കൂട് പുറത്തുനിന്ന് മേടിച്ചു. 300 റുപ്പീസ് എന്തോ ആയി. പക്ഷേ സംഭവം 300 രൂപ പോലും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞാൻ കെട്ടുകമ്പി കൊണ്ടൊക്കെ ചുറ്റിയാണ് സാധനം ഫിറ്റ് ചെയ്ത് വെച്ചത്. ഇപ്പോൾ നമ്മൾ പുൽക്കൂടിൽ ഔസപിതാവിനെയും മാതാവിനെയും മാത്രമേ വെക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് ആടിനെയൊക്കെ പുറത്ത് സെറ്റ് ചെയ്തു, ട്രീ സെറ്റ് ചെയ്തു. നമ്മൾ വീടിൻ്റെ അകത്ത് കുഷ്യൻ കവേഴ്സ് മാറ്റി, അതേപോലെ ലൈറ്റ് ഇട്ടു, കർട്ടനൊക്കെ ചേഞ്ച് ചെയ്തു. ടേബിൾ സെൻറ്റർ പീസൊക്കെ ഇത്തവണ നമ്മൾ സെറ്റ് ചെയ്തു. നമ്മുടെ ഹോം ഡെക്കർ എല്ലാം കഴിഞ്ഞു. ഞാൻ അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ടേബിൾ സെൻറ്റർ പീസ് വരുന്നത്. ആൻഡ് കർട്ടണിൽ ഫുൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഈ 2 ലൈറ്റ്സും സിയ കൊണ്ടുവന്നതാണ്.
പുറത്തേക്കുള്ള ഡെക്കർ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഡോറിൽ ചെയ്തേക്കുന്നത്. ഫുൾ ലൈറ്റ് ഉണ്ട്, ഒരു റീത്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ. ആൻഡ് വോള് ഫുള്ള് നമ്മൾ ബോട്ടിച്ചു. ലുക്ക്, നമ്മുടെ ക്രിബ് നോക്കുകയാണെങ്കിൽ ഫുൾ ലൈറ്റ് ഉണ്ട്. നമ്മുടെ ട്രേ. ആൻഡ് ലുക്ക് അറ്റ് ഹിയർ ഗൈസ്, ഇതാണ് എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് ഈ വർഷത്തെ. നല്ല രസമുണ്ട് നേരിട്ട് കാണാനായിട്ട്. ഇതാ ഈ ബോ നമ്മൾ ഇതിനിടക്ക് കൊടുത്തതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. ഭയങ്കര നൈസായിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതൊരെണ്ണം മാത്രമേ ചെയ്തുള്ളൂ. നമ്മുടെ സ്റ്റാർ ഇതാണ് ഫ്രണ്ടിൽ വരുന്നത്. ലൈറ്റ്സ്, നമ്മുടെ മതിലിലും കുറച്ച് ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട്. ഇതാണ് ഗൈസ് ഫുൾ ഹോം ഡെക്കോർ. വീട് മൊത്തത്തിൽ കത്തി നിൽപ്പുണ്ട് മൊത്തത്തിൽ. സോ നൈസ്, ഐ ലൈക്ക് ഇറ്റ്. ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ട് വൈകിട്ട് തുടങ്ങിയ പരിപാടി ഇന്ന് ഉച്ചയപ്പോൾ നമ്മൾ തീർത്തു. സോ ഗൈസ്, ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ വ്ളോഗ്. എൻ്റെ ക്രിസ്മസിൻ്റെ പർച്ചേസും വീട്ടിലെ ഫുൾ ഡെക്കോറും എല്ലാം. സോ ഇനി ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. Till then, bye guys.